ഹലോ ധനീസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്ന് തേങ്ങ അരയ്ക്കാത്തൊരു കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ നല്ല പുളിയുള്ള തൈരാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ 2 കപ്പോളം തൈര് എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 1/4 കിലോനോളം കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഇത് ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ കുമ്പളങ്ങ മോരുകറി വയ്ക്കുമ്പോൾ തേങ്ങയൊക്കെ അരച്ച് ചേർക്കാറുണ്ട്. പിന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുക്കുന്നത്. ഇത് പക്ഷേ വളരെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും. തേങ്ങയൊന്നും അരയ്ക്കാതെ വെറും ഒരു 3 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി എരിവിനായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് നല്ല എരിവുള്ള 3 പച്ചമുളകാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എത്ര അറിയാത്തവർക്കും. അപ്പോൾ അതും കൂടെ ഇതുപോലെ പിളർന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി 1 സ്പൂണോളം ഇഞ്ചി ചതച്ചതും നമ്മൾ മുളക് എടുത്ത അതേ ബൗൾ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3/4 കപ്പോളം വെള്ളമുണ്ട് കേട്ടോ. ഇനി ഇത് മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല, ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കുമ്പളങ്ങ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാവും. ഞാനിവിടെ സ്റ്റൗ ഓണാക്കി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അത്രേ വേണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ അതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി തുടങ്ങും. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര സമയം ഇടണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെന്ത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തൈര് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക. അപ്പോൾ അതാ നമ്മൾ എപ്പോഴും തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. ചട്ടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ചൂടൊക്കെ ഉണ്ടെങ്കിൽ പിരിഞ്ഞ് വരും കേട്ടോ തൈര്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് മോര് ഒഴിച്ചതിന് ശേഷം ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചൂടാവണം. അപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിന് ശേഷം ഞാനൊരു കടായിലേക്ക് 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടായി വരുമ്പോൾ 1/2 സ്പൂണോളം കടുക്, 1/2 സ്പൂണോളം ഉലുവ ചതച്ചതും, ഒരു 5 ഉണക്കമുളക്, 1/2 സ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പില. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ എത്ര അറിയാത്തവർക്കും അത്ര അളവൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിനെ നമുക്കിത് താളിച്ചെടുക്കാം. ഞാനിവിടെ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറി. അപ്പോൾ രുചികരമായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.